എന്തുകൊണ്ട് ഒരു വ്യക്തി അതായത് ഒറ്റൊരു ചാനൽ ഇങ്ങനെ എന്നെ ഫോക്കസ് ചെയ്യുന്നത്? അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവരുടെ ഉദ്ദേശം എന്താണ്? ചിലവര് നമ്മുടെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഞാൻ വേണമെങ്കിൽ എടുത്തരാം, നിങ്ങൾ അതിനു വേണ്ടി റിയാക്ട് ചെയ്യണം. കുരക്കുന്ന പട്ടീന്റെ ബാക്കിൽ പോയിട്ട് ശീലില്ല കഴിച്ച അങ്ങനത്തെ. അങ്ങനെയാണ് എത്ര എണ്ണത്തിനൊക്കെ റിയാക്ട് ചെയ്യണം. നമുക്ക് മടുത്തു. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ വേറെ ദേഷ്യപ്പെടും. അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് മേലും എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. എനിക്കിപ്പോ നല്ല വിഷമമുള്ളതുണ്ട്. കാരണം ഇങ്ങനെ കമന്റ്സ് വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്, പഠിച്ചവൻ എന്താക്കിയിട്ട് മേലത്തിന് അനുഭവിക്കുന്നത് ഉള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയൊരു ചോദ്യവും ആരും ചോദിച്ചു പോകരുത്. മെഹനാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. റിഫയ്ക്ക് ശേഷം മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയുമായിട്ട് ഞാൻ ഇനി ബന്ധത്തിലില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇല്ലാതെ സ്റ്റോറി ഒന്നും ഇടില്ല, തമാശക്ക് അങ്ങനെ പറയത്തുമില്ല. കാരണം എത്രയോ ദിവസങ്ങളായിട്ട് ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ ഇല്ല, എന്തോ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വേർപിരിയലിൽ ഞാൻ എന്തിനിടപെടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. ഞാനൊരു സ്രോതസ്സിൽ നിന്നാണ് അറിഞ്ഞത്. ആ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല. അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം. അത് ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയുകയും ആ വേണ്ടപ്പെട്ട ഒരാള് മറ്റൊരാളോട് പറയുകയും ചെയ്തതാണ്. ഈ രണ്ടുപേരുടെയും പേരോ കാര്യങ്ങളോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. എനിക്കത് പറയാനും താല്പര്യമില്ല. പക്ഷെ അത് ഞാൻ ജനങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, മറിച്ച് റിഫയ്ക്ക് എന്താണോ സംഭവിച്ചത്, റിഫയ്ക്ക് എന്തായിരുന്നോ മെഹനാസിൽ നിന്നുണ്ടായിട്ടുള്ളത്, ആ കാര്യങ്ങൾ ഇനി ഏതൊരു പെണ്ണിനും മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾക്കും ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നോക്കൂ, ഈ പെൺകുട്ടി മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് വീഡിയോകൾ വരും. റിഫയ്ക്ക് സമാനമായിട്ടുള്ള പേര് സ്വീകരിക്കും. ആ പേരിലൂടെ ഈ പെൺകുട്ടിയും മെഹനാസും സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി നിൽക്കും. പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരാൾ എത്ര വേറൊരു വിവാഹം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നതിനോ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തിനാ അതിലൊക്കെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ റിഫയുടെ ഒരു കേസ് ഉണ്ട്. ആ കേസിൽ ഞാൻ ആ കുടുംബത്തിന്റെ കൂടെയാണ്. അത് അന്നും ഇന്നും എപ്പോഴുമാണ് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ മെഹനാസിൽ നിന്ന് മാറുന്നു? അതിന്റെ കാരണമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വന്നിട്ട് പറയട്ടെ, ഞാനത് അംഗീകരിച്ചേക്കാം. കാരണം എനിക്കത് തെളിയിക്കാനോ പിടിക്കാനോ വഴികളില്ല. എനിക്കൊരിക്കലും അവരുടെ പേരോ വിവരങ്ങളോ പറയാൻ പറ്റില്ല. നാളുകളിൽ അവര് തന്നെ വന്നിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നതല്ലാതെ അല്ലാത്തിടത്തോളം കാലം എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ മെഹനാസിനെയോ മെഹനാസിന്റെ കൂടെയുള്ള പെൺകുട്ടിയെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയല്ല, മറിച്ച് റിഫയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ആ സംഭവിച്ചതിന്റെ കുറച്ച് ശതമാനം ഈ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു. ഈ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും അറിയേണ്ട കാര്യങ്ങളാണ്. നെഗറ്റീവ് പറയണവരോട് ഒരു കാര്യം പറയാനുള്ളൂ. പുതിയ വർഷമായില്ലേ, ഞാൻ ഒന്നാം തീയതി തന്നെ പറയണമെന്ന് വിചാരിച്ച. പുതു വർഷമായില്ലേ, ഇനിയും നന്നാവുക, വേണമെങ്കിൽ നന്നാണ്ടവർക്ക് നന്നാവാ. വെറുതെ വായിത്താൽക്ക് ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന പൈസയൊന്നും ഒരിക്കലും പൈസയും അതൊന്നും ഒരിക്കലും മറക്കത്തെത്തിയില്ല. അപ്പൊ അങ്ങനെയാണ്
എന്താ പറയാ, നമ്മളെ പറ്റി ഇങ്ങനെ ഒരാളെ ലൈഫിൽ വെച്ചിട്ട് എന്തിനു മറ്റുള്ളവർ പറയേണ്ട ആവശ്യം, മറ്റുള്ളവർക്ക് എന്തിനു വേറെ ഒരാളെ കാര്യം നോക്കി നടക്കേണ്ട ആവശ്യം, എന്തിന് എന്നെ വെച്ചിട്ട് ഫോക്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഒരു വ്യക്തി, അതായത് ഒറ്റൊരു ചാനലിൽ ഇങ്ങനെ എന്നെ ഫോക്കസ് ചെയ്യുന്ന മതി. അവരുടെ ഉദ്ദേശം എന്താ? ചിലവര് നമ്മുടെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഞാൻ വേണമെങ്കിൽ എടുത്തരാം, നിങ്ങൾ അതിനു വേണ്ടി റിയാക്ട് ചെയ്യണം. കുരക്കുന്ന പട്ടീന്റെ ബാക്കിൽ പോയിട്ട് ശീലില്ല കഴിച്ച അങ്ങനത്തെ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണത്തിനൊക്കെ റിയാക്ട് ചെയ്യണം, അതൊക്കെ മടിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കില് അതിന്റെ ബാക്കിൽ നമ്മളെങ്ങനെയാണോ അത് ഞമ്മക്കറിയാം. അല്ലാണ്ട് നമ്മള് തിരുത്തിയിട്ട് അങ്ങനെ തിരുത്താണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് തിരുത്തിട്ട് ബാക്കിൽ വരാൻ. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഞാൻ പോവാത്തതിന്റെ കാരണം ഇത് പറഞ്ഞിട്ടപ്പോ തന്നെ കുറെ പേര് നമ്മുടെ ഇൻസ്റ്റ നോക്കണവര് പറഞ്ഞ് അവരിപ്പോഴും പോസ്റ്റ് ഉണ്ടല്ലോ, ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം കുറെ കാലം ഇങ്ങനെ പോകുന്നിടത്ത് ആൾക്കാരിൽ ഇങ്ങനെ ഡൗട്ട് പറയുന്നോണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു സംഭവം. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞ് കുരക്കേണ്ട പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും. അതിന്റെ ബാക്കിൽ നമ്മൾ ചില സമയം അതിനെ കല്ലെറിയാനോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ പോയിട്ട് വെറുതെ എന്തിനു സമയം കളയുന്നു, അതിനൊന്നും എന്നെ കിട്ടാല. കാരണം ഞാൻ മറ്റുള്ളവർക്ക് റീച്ച് ആയി കൊടുക്കാനുള്ള അതിനൊരു കണ്ടന്റ് ഉണ്ടാക്കി അതിന്റെ ബാക്കിൽ നടക്കാനുള്ള ഒരു സമയം നമുക്ക് ഞാൻ ഒന്നാമത് പണീന്റെയും കാര്യത്തിന്റെ ഒക്കെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്ന മാത്രം നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കിയിട്ട് അതിന്റെ ബാക്കിൽ വെച്ചിട്ട് ചോദിക്കാൻ വരല്ലേ. അങ്ങനെ ഒരാള് എന്തെങ്കിലും വീഡിയോ ഇട്ടുണ്ട് അവരോട് പോയി ചോദിക്കുക, അവരെ കുടുംബത്തിന്റെ കഥ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അല്ലാണ്ട് നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അത് മറ്റുള്ളവരെ കേട്ടിട്ടല്ല വരേണ്ടത്. ഓക്കെ, അങ്ങനെ വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല റിപ്ലൈ കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൽ പറയാൻ നിൽക്കില്ല. അതിനുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാൻ നിൽക്കില്ല. കാരണം അങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെയ്തിട്ട് സമയം കളയാനൊന്നും എനിക്കിപ്പോ സമയമില്ല ഗൈസ്. അപ്പൊ റിഫയും മെഹനാസും ആയിട്ടുള്ള വിഷയമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അത് കഴിഞ്ഞിട്ട് ഇത് എവിടെയും എത്താണ്ട് ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ റിഫയുടെ ആ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിഷയം. അപ്പൊ ഈ ഒരു ഇതിനെ തുടർന്നിട്ട് നമ്മുടെ മെഹനാസിനെതിരെ പല രീതിക്കുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പല രീതിക്ക് വരുന്നുണ്ടായി. പക്ഷേ ഒരു തെളിവുകളും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഇയാളാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ഇയാളല്ല തെറ്റുകാരൻ, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പം മെഹനാസ് ഇപ്പം ഈ അടുത്തൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് പുള്ളി വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാദർ കരിപ്പൊടിനെയാണ് പറഞ്ഞത്. കാദർ കരിപ്പൊടി കുരയ്ക്കുന്ന പട്ടിയാണെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഈ കുരയ്ക്കുന്ന പട്ടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരാളെ എനിക്ക്, അതായത് ഈ പുള്ളിയുടെ വീഡിയോ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയേക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും ഒരു കാര്യം കിട്ടാണ്ട് പുള്ളി അങ്ങനെ വെറുതെ വീഡിയോ ആയിട്ട് വരുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്തെങ്കിലും പുള്ളിക്ക് ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരിക്കാം പുള്ളി വന്നേക്കുന്നത്. അല്ലാണ്ട് വായുന്ന് എടുത്തു വന്ന് ഒരു വീഡിയോ ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു നമ്മുടെ റിഫയുടെ കേസിനകത്താണെങ്കിലും പുള്ളിക്കാരൻ പല രീതിക്കുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് എല്ലാം ഇട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു മെഹനാസിന് എന്തോ പുള്ളീനെ കണ്ടുകൂടാ എന്ന് തോന്നുന്നു. പക്ഷേ എന്താണെങ്കിലും പുള്ളിയുടെ വീഡിയോസൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു നല്ലതായിട്ടാണ് തോന്നിയേക്കുന്നത്. അപ്പം ഈ ഒരു മെഹനാസിൻ്റെ രണ്ടാം ഭാര്യയോടും മെഹനാസ് ഉപദ്രവിച്ചു എന്നുള്ള രീതിക്കാണ് ഈ കാദർ കരിപ്പൊടിയുടെ ആ ഒരു വീഡിയോനകത്ത് പറഞ്ഞു വെച്ചത്. അപ്പം അതിന് എന്തെങ്കിലും ഒരു ഇത് പുള്ളി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ മെഹനാസിനോട് പറയാമെന്ന് കാദർ കരിപ്പൊടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ അന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് മെഹനാസ് അതിന് ഇൻട്രൊഡക്ഷനകത്ത് ഇവർക്കൊന്നും സ്ക്രീൻ സ്പേസ് ഈ കുറയ്ക്കുന്ന പട്ടികൾക്കൊന്നും ഞാൻ സമയം കളയില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറയാനാണ്. അത് പറയേണ്ട ഒരു ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇട്ട് നിങ്ങളുടെ വാർഡ് നോക്കി പോയാൽ മതി. നിങ്ങൾ തന്നെ അവരുടെ പേരും അതേപോലെ അവരെയൊക്കെ മെൻഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഇതൊരു വേറൊരു വിവാദമായിട്ട് പിന്നെ ഇത് തുടരും. അപ്പം നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഒരു നല്ലൊരു ഉദ്ദേശമായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇട്ട് പോകത്തേ ഉള്ളൂ. ഇതിവിടെ നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞാൽ വെറുതെ കാദർ കരിപ്പൊടീനെ ഇതിനകത്തേക്ക് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവരുടെ പേരെടുത്തും പിന്നെ ഇതേപോലെയുള്ളവരെ നമ്മളെ പോലത്തെ ചാനലുകളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ചെയ്തതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ.